കേറ്ററ്റ് കാറ്റഗറി 2 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വസാക്ഷാത്കാരത്തിൽ എത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. ഇതിലേതായിരിക്കും വരുന്നത്? ദൃശ്യസ്ഥലപര ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി. അപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു തിരിച്ചറിവാണ് അല്ലേ? അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആൻസർ വരുന്നത് സി, ആന്തരിക വൈയക്തിക ബുദ്ധി. ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്നത് കൊഗ്നീഷൻ, ഡ്യുവൽ കൊഗ്നീഷൻ, മെഗാ കൊഗ്നീഷൻ, മെറ്റാ കൊഗ്നീഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മെറ്റാ കൊഗ്നീഷൻ. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയുമുണ്ട്. ഇതറിയപ്പെടുന്നത് സ്വയം വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇവിടെ പഠനത്തിലൂടെ നേടിയ ആശയങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? സ്വയം വിമർശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? വിലയിരുത്തൽ തന്നെ പഠനം. വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. വികാസം ഗുണാത്മകമാണ്. വികാസഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വികാസഘട്ടങ്ങളെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്നായി പഠിക്കുക. ബായ്.